ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്ത് പറ്റി പെട്ടെന്ന് ഒരു ഇംഗ്ലീഷിലൊക്കെ ഒരു ഇൻട്രോ കൊടുക്കുന്നതെന്നല്ലേ. പറയാം. സോ ഇൻ ടുഡേയ്സ് വീഡിയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. എനിക്ക് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാനിവിടെ കൺസിസ്റ്റൻ്റ്ലി ആക്റ്റീവ് ആയിരുന്നില്ല. റെഗുലറായി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഒരാളും ആയിരുന്നില്ല. ഇപ്പോൾ വീണ്ടും ഈ ജേണിയിലേക്ക് തിരിച്ചു വരാൻ എന്താണ് റീസൺ, എന്തുകൊണ്ടാണ് ഞാൻ ഈ ട്രാക്കിലേക്ക് വീണ്ടും വന്നത്, അതിൻ്റെ കുറച്ച് റീസൺസ് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ആക്ച്വലി അതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, സംവെയർ അലോങ് ദ വേ എനിക്ക് നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ഒരു ജേണിയാണിത്. മേ ബി മൈ കോൺഫിഡൻസ്, മൈ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, അല്ലെങ്കിൽ എന്നെ തന്നെ വീണ്ടും കണ്ടെത്താനുള്ളൊരു സ്മോൾ സ്റ്റെപ്പ്. ദാറ്റ്സ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ വൈ ആം സ്റ്റാർട്ടിങ് ദിസ് അഗൈൻ. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ വളർന്ന ഒരു 90s കിഡാണ്. ഒരു മിഡിൽ ക്ലാസ് പെൺകുട്ടിയുടെ ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നു, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് വന്നു. ആ ജേണിയിൽ അറിയാതെ തന്നെ എൻ്റെ ചില ഡ്രീംസ്, എൻ്റെ കോൺഫിഡൻസ്, പിന്നെ എന്നെ ഞാനാക്കിയ ചില ക്വാളിറ്റീസ് എവിടേക്കോ വെച്ചതെല്ലാം നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. ഇപ്പോൾ ഒരു നോർമൽ കോൺവെർസേഷൻ പോലും കോൺഫിഡൻസോടെ നടത്താനോ ഒന്നിനും എനിക്ക് ഭയങ്കര എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകും, പക്ഷെ അത് ക്ലിയറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാറില്ല. മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഓൾ ദ ചേഞ്ചസ് ലൈഫ് ബ്രോട്ട്. സെക്കൻഡ് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജസ്. എനിക്ക് നന്നായി അറിയാവുന്ന ലാംഗ്വേജസ് രണ്ടെണ്ണമാണ്, മലയാളം തമിഴ്. പക്ഷെ ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ കോൺഫിഡൻസോടെയൊക്കെ സംസാരിക്കണം എന്നൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയൊന്നുമല്ല, ബട്ട് കോൺഫിഡൻസോടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോസിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് സംസാരിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും, പ്രൊനൗൺസിയേഷൻ പെർഫെക്റ്റ് ആയിരിക്കില്ല, ബട്ട് ദാറ്റ്സ് ഓക്കെ, ബിക്കോസ് ദിസ് ഇസ് പാർട്ട് ഓഫ് മൈ ലേണിംഗ് പ്രോസസ്സ്. സോ നിങ്ങളും കൂടെ ഉണ്ടാകണം, സപ്പോർട്ട് ചെയ്യണം. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ കൈൻഡ്ലി കറക്റ്റ് ചെയ്ത് തരണം. ഞാൻ എപ്പോഴും ചിന്തിക്കും, നമുക്ക് മലയാളം സംസാരിക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ബിക്കോസ് അതാണ് നമ്മുടെ മദർ ടങ്. ജനിച്ചപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ കേട്ട് വളർന്നതും സംസാരിച്ച് പഠിച്ചതും മലയാളം തന്നെയാണ്. മലയാളം പഠിക്കാൻ നമ്മൾ സ്പെഷ്യലായിട്ട് സ്കൂളിൽ പോയിട്ടൊന്നും അല്ലല്ലോ പഠിച്ചത്, കേട്ടും അങ്ങനെയൊക്കെ തന്നെയല്ലേ സംസാരിച്ചത്. അതിൻ്റെ കൂടെ തന്നെ അങ്ങ് നാച്ചുറലായിട്ട് പഠിച്ചു വന്നു. തമിഴും അതുപോലെയൊക്കെ തന്നെയാണ് എൻ്റെ കാര്യത്തിൽ. ഓൾമോസ്റ്റ് ഞാൻ തമിഴും അങ്ങനെയൊക്കെ തന്നെയാണ് പഠിച്ചത്. ചെറുപ്പം മുതൽ കേട്ടും സംസാരിച്ചൊക്കെ വളർന്നുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും എന്നോട് തമിഴിൽ സംസാരിക്കാൻ പറഞ്ഞാൽ ഞാൻ നല്ല ഫ്ലുവൻ്റായിട്ട് റിപ്ലൈ കൊടുക്കും. അതിന് റീസൺ ഗ്രാമർ പഠിച്ചതോ ഒന്നുമല്ല, എക്സ്പോഷറാണ്. കേട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് ആ ലാംഗ്വേജ് നാച്ചുറലായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നമ്മൾ പഠിക്കാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ സത്യം പറഞ്ഞാൽ ഇതൊന്നും എൻ്റെ കാര്യത്തിൽ നടക്കാത്തത്, അല്ലെങ്കിൽ എനിക്കിതൊന്നും വർക്കൗട്ട് ആവാത്തതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഈ ക്യാമറയും വെച്ച് ഈ ഒരു റൂമിനകത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് നല്ല ധൈര്യമുണ്ട്. പക്ഷേ 4 ആളെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇതൊക്കെ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ബ്ലാങ്ക് ഔട്ടാകും. ഞാൻ ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ചിലരെങ്കിലുമൊക്കെ വിചാരിക്കും, എന്നെ അറിയാവുന്ന ചിലരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇവൾ ഇൻട്രോവേർട്ടാണോ എന്നൊക്കെ. ലൈഫിൽ വന്ന ചേഞ്ചസ് കൊണ്ടൊക്കെ ഇപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. അതായത് സംസാരിക്കേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ സ്റ്റിൽ ഞാൻ നാച്ചുറലി ഒരു ഇൻട്രോവേർട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ ഹാബിറ്റൊക്കെ ഒന്ന് മാറ്റണമെന്ന് എനിക്ക് തോന്നി. അതിനുള്ളൊരു ബെസ്റ്റ് വേ എനിക്ക് തോന്നിയത് സംസാരിക്കുക, വീണ്ടും വീണ്ടും സംസാരിക്കുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ തോന്നിക്കാണും, എനിക്ക് സംസാരിക്കാൻ എന്തോ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് പോലെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഈ പറഞ്ഞ പോലെ പറയാനുള്ളതൊക്കെ എനിക്ക് മനസ്സിൽ കാണും, ക്ലിയറായിട്ട് ഇങ്ങനെ പറയണം എന്നൊക്കെ. പക്ഷെ അത് ഫ്ലുവൻ്റായിട്ട് പുറത്ത് വരാറില്ല. അതിനും ഒരു റീസണുണ്ട്. കാര്യം ഞാൻ ജനിച്ചത് ഈ പറഞ്ഞ പോലെ കോഴിക്കോടാണ്, വളർന്നത് മലപ്പുറം, പഠിച്ചത് തമിഴ്നാട്, കോട്ടയം, കൊല്ലം, അങ്ങനെ പല സ്ഥലങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എല്ലാ പ്ലേസിലെയും സ്ലാങ് കുറച്ചൊക്കെ എൻ്റെ സംസാരത്തിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു വാക്ക് ഒരു സ്ഥലത്ത് പറയുന്ന രീതി ആയിരിക്കില്ല മറ്റൊരു സ്ഥലത്ത്, അതിൻ്റെ മീനിങ് ഉൾപ്പെടെ മാറ്റം ഉണ്ടായിരിക്കും.
അപ്പോൾ അതൊക്കെ കൊണ്ട് എനിക്ക് തന്നെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വരാറുണ്ട്. ഞാൻ ഈ പറയുന്ന വാക്ക് കറക്റ്റായിരിക്കും അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും അർത്ഥമായിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ എല്ലാം അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഞാൻ കുറേയൊക്കെ ഒത്തിരി ഉൾവലിഞ്ഞു പോയിട്ടുണ്ട് സംസാരിക്കാൻ. അതായത് എൻ്റെ സംസാരമൊക്കെ കുറച്ച് അങ്ങനെയൊക്കെ ഞാൻ മാറിയിട്ടുണ്ട്. സോ എൻ്റെ ഒരു ഗോളെന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണമെന്നുള്ളതാണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ അതിനുള്ളൊരു പ്രാക്ടീസ് ബേസ് ആയിട്ടാണ് ഇപ്പോൾ യൂട്യൂബിനെ കാണുന്നത്. അപ്പോൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും സംസാരിച്ച് എനിക്ക് കുറച്ചുകൂടി ഫ്ലുവൻസി വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിൻ്റെ കൂടെ എൻ്റെ ഇംഗ്ലീഷും ഇമ്പ്രൂവ് ചെയ്യണം. സോ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് സംസാരിക്കും. മിസ്റ്റേക്സ് ഉണ്ടാവും, ബട്ട് ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ബിക്കോസ് ഐ എം ലേണിങ്. പിന്നെ ഇത് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ ഫാമിലി മെമ്മറീസ്, എൻ്റെ കിഡ്സിൻ്റെ ഗ്രോത്ത്, നമ്മുടെ ചെറിയ ചെറിയ മൊമെൻറ്റ്സ്, ഇതൊക്കെ ഒരിടത്ത് കളക്ട് ചെയ്ത് വയ്ക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഈ എല്ലാ റീസണും കൊണ്ടാണ് ഞാനിപ്പോൾ യൂട്യൂബിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കാൻ തീരുമാനിച്ചത്. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ഈ ജേർണിയിൽ എൻ്റെ കൂടെ ഉണ്ടാവും. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. Thank you so much for watching. See you in the next video. Until then, take care. Bye.